നമസ്കാരം. ഏവർക്കും മനോരഥത്തിലേക്ക് സ്വാഗതം. ഏവർക്കും ലൈംഗിക ജീവിതം എന്ന സെഗ്മെന്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ വിപിൻ ചന്ദ്രലാൽ, കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. ഡോക്ടർ, നമ്മൾ സെക്സും മദ്യപാനവും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മദ്യപാനത്തിൽ എപ്പോഴും നമ്മൾ കൂടുതൽ പുരുഷന്മാരെയാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷെ എൻ്റെ ഇന്നത്തെ സംശയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പബ് സംസ്കാരം ഇപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾ മിക്കവാറും പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി പോവുക, വിവാഹത്തിന് ശേഷവും പോകുന്നവരുണ്ട്. IT മേഖലകളിലായാലും അങ്ങനെയുള്ള ഒരുപാട് കുടുംബജീവിതം ടെൻഷൻ മാറിയിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു നേരം. ഇപ്പോൾ സ്ത്രീകളും മദ്യപിക്കുക, അല്പം കുറച്ചൊക്കെ ഒന്ന് ബിയർ കഴിക്കുകയോ ചെറുതായിട്ട് മദ്യപാനമൊക്കെ ഉണ്ട്, അതിനുശേഷം ലൈംഗിക ജീവിതത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? പബ് സംസ്കാരം വളരെ കൂടുതലാണ്. എൻ്റെ ഒരു പേഷ്യൻ്റ് അര കുപ്പി റം, അതായത് ഒരു പൈൻ്റ് എന്ന് പറയും, അര കുപ്പി റം ഓരോ ദിവസം എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു സ്ത്രീയെ എനിക്കറിയാം. അതോടൊപ്പം വേറൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നത്, അവരുടെ സുഹൃത്തുക്കളൊക്കെ ഈ നമ്മുടെ ആർമി ഓഫീസേഴ്സിൻ്റെ വൈഫുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കുപ്പി വാങ്ങി വെച്ച് മദ്യപിക്കുന്ന ശീലമുണ്ട്. ഇത് വളരെയധികം കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ഒരു പുതിയ ഒരു രീതി, കുറേ ഓർഗനൈസേഷൻസ് വരെ ഇപ്പോൾ ഉണ്ട്, ഗിഗ്ലു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ സെക്സ് വർക്കേഴ്സ്. എനിക്ക് വളരെ വേദനയുണ്ടാക്കിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 17 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഡോക്ടറെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇതൊന്ന് മാറ്റിത്തരണം, ഞാൻ പഠിക്കാനായിട്ട് പുറത്ത് പോവുകയാണ്, അത് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് പോവും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും 4-5 സെഷൻ, ഒരു വളരെ സാധാരണ നിലയിലെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. ഇത് ഒറ്റയ്ക്കാണ് വന്നത്, യൂണിഫോം ഇട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് ഞാനിന്ന് കൗൺസിലിങ്ങൊക്കെ പല സെഷൻസ് കൊടുത്തിട്ട് ഇദ്ദേഹം ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്നത്, ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അവിടെ OP വന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ലുക്കേ മാറിപ്പോയി. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് വിശേഷം? ഡോക്ടറെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമിലോട്ട് വന്നിട്ട്, ഡോക്ടർ ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തു, ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ജോലി അതല്ല. ഡോക്ടറിൻ്റെ പാസ്ബുക്ക് ഒന്ന് നോക്കുന്നു പറഞ്ഞ് പാസ്ബുക്ക് എടുത്ത് തന്നെ കാണിച്ചു. 16,000, 15,000, 12,000 രൂപ വെച്ചിട്ട് ഓരോ ദിവസവും ബാങ്കിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താ ജോലി? അത് ഡോക്ടറെ ഞാനൊരു ഗിഗ്ലു ആണ്. ഗിഗ്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺവേശ്യ അല്ലെങ്കിൽ മെയിൽ സെക്സ് വർക്കർ. ഇത് ഓരോ സ്ത്രീകൾ എനിക്ക് തന്ന പൈസയാണ്. എന്നെ ഇവിടുന്ന് ഫ്ലൈറ്റിന് ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടുപോയിട്ട് 1-2 ദിവസം ചിലവഴിച്ചിട്ട് തിരിച്ചു വിടാറുണ്ട്. ഇത് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണിപ്പോൾ. ഞാൻ എന്നിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് 42 കസ്റ്റമേഴ്സ് അദ്ദേഹത്തിനുണ്ടെന്നാണ്. അതായത് 42 സ്ത്രീകൾ ഇദ്ദേഹത്തിനെ പല സാഹചര്യങ്ങളിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വന്നത് ആലുവയിലോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീയെ കാണാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം വന്നത് ലൈംഗികമായിട്ടുള്ള ശേഷി കുറഞ്ഞോ എന്നൊരു സംശയം, അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഗുളികയുണ്ടോ എന്നറിയാനായിട്ട് വന്നു. അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ നിരോധം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാറില്ല ഡോക്ടറെ? ഇവരൊക്കെ നല്ല സ്ത്രീകളാണ്. ഈ നല്ല സ്ത്രീകൾ തന്നെയായിരിക്കും, പക്ഷേ അതിൽ ഏർക്കെങ്കിലും 1-2 പേർക്ക് എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ ഇത് പടരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. 22 വയസ്സുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരന് എയ്ഡ്സ് ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെയധികം വർദ്ധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മാനസിക സംഘർഷം സ്ത്രീകൾക്കും വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോംവഴിയായിട്ട് പലരും ഇപ്പോൾ ഇതിനെ കാണുന്നുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരുന്നത് ഭർത്താക്കന്മാർ പുറത്ത് ജോലി ചെയ്യുന്നവരായാലും അവർ മാത്രമല്ല ഒരുപാട് പേര് വരുന്നുണ്ട്. അല്ലാത്തവരാണെങ്കിൽ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നത്, ഭർത്താവിനോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പുരുഷനുമായിട്ട് എനിക്ക് ബന്ധപ്പെടണം എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ അടുത്ത കാലത്തുണ്ട്. ഞാൻ എന്തായാലും ഞാൻ ശ്രമിക്കും, ഞാൻ വിചാരിച്ചാൽ എനിക്ക് മറ്റു പുരുഷന്മാരെ എനിക്ക് കിട്ടും. അങ്ങനെ ഡോക്ടർ എന്താണ് മറുപടി പറഞ്ഞത്? ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ആ ഒരു സെൽഫ് ഇൻറ്റഗ്രിറ്റി, വേറൊരു പുരുഷനുമായിട്ട് ഇവരുടെ ഒരു പ്രത്യേകത, അവർ പ്രേമിച്ചിട്ടില്ല വേറെ ആരെയും. ഭർത്താവിനുമായിട്ടുള്ള ബന്ധം തന്നെ പോവും, പ്രേമിച്ചാലെന്ന് വിചാരിച്ച് കല്യാണത്തിന് മുമ്പ് ആരെയും പ്രേമിക്കാതിരുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ വളരെയധികം കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോയ ഒരു കാര്യമാണ് അവരുടെ ഈ ഒരു ചാരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് നശിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്കതൊരു വലിയൊരു ഷോക്കായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിൽ ചെയ്തത്. അത് തൽക്കാലം നിങ്ങൾക്ക് ദേഷ്യം തീർക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് അങ്ങനെ ചെയ്തു എന്ന് വരാം, പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും
എന്ന രീതിയിൽ ഞാൻ അവരെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്, പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പേരൂർക്കട, ട്രിവാൻഡ്രം. ഡോക്ടർ, ഈ ലൈംഗിക അവയവത്തിലുണ്ടാകുന്ന രോഗങ്ങൾ എത്രത്തോളമാണ് ഈ സ്ത്രീകളെ, കൂടുതലും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്, മാനസികമായി ഒരുപാട് ബാധിക്കുന്നുണ്ട്? അതാണ് നമ്മളിപ്പോൾ കുറച്ചും നമ്മൾ ഒരു എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീകളുടെ അവയവങ്ങളിൽ, അതായത് ഇതൊരു അവയവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ജനനേന്ദ്രിയമുള്ള സ്ഥലത്ത് തന്നെ അത് പല അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പേ മൂത്രസഞ്ചിയുണ്ട്, അതിൻ്റെ പുറകെ മലക്കുഴലുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പം നമ്മൾ ഈ ബന്ധപ്പെടുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ഭാര്യ ഭർത്താക്കന്മാർക്ക് കൗൺസിലിംഗ് സമയത്ത് കൊടുക്കുന്ന സ്ത്രീക്ക് ബ്ലാഡർ ഫുള്ളായിരിക്കുമ്പം, അതായത് മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുമ്പം യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നലുള്ള സമയത്ത് ബന്ധപ്പെടരുത്. അപ്പോൾ അത് വേറെ പ്രശ്നങ്ങളായിട്ട് വരും. എന്ന് വെച്ചാൽ അറിയാതെ മൂത്രം പോകുന്ന രീതിയിൽ ആ പേശികൾക്കുള്ള ഒരു സ്ട്രെയിൻ ഒക്കെ കൂടും. അപ്പം അത് ശരിക്കുള്ള ഒരു ഇൻ്റർകോഴ്സിന് അത് ശരിക്കും ഒത്തുവരുമില്ല, ആ ഒരു സംഭവം നേരെ ആകുമില്ല. അതേപോലെ മലക്കുഴൽ അത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മോഷൻ പോവാതെ അന്ന് ഇതായിട്ടിരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നവും ആ സ്ത്രീക്ക് ഒരു ഫ്രീനെസ് കിട്ടത്തില്ല. ഫുൾ സ്റ്റൊമക്കിൽ ഒരുപാട് കഴിച്ചിട്ടും ബന്ധപ്പെടാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നിസ്സാരം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മലക്കുഴലിലും മൂത്രസഞ്ചിയിലും ഉള്ള അസുഖങ്ങളും ഇത് ഉള്ളവർ അത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട്, അറിയാതെ മൂത്രം പോകുന്ന ഒരു അസുഖമുണ്ട്, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അപ്പോൾ ഈ ബന്ധപ്പെടുന്ന സമയത്ത് അറിയാതെ യൂറിൻ അങ്ങ് പോകും. അത് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മാനസിക തകർച്ച ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഒത്തിരി പേഷ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പം നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വെജൈനൽ ടേപ്പ് എന്ന് പറഞ്ഞൊരു സിമ്പിളായിട്ടുള്ള ഒരു ടേപ്പ് ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ സർജറി, ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ദിവസം 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ചെയ്യുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നേരെയാക്കി, ഇപ്പോൾ പൈൽസ് ആണെങ്കിൽ പൈൽസ് ക്യൂർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കിട്ടാൻ പറ്റും. നല്ലൊരു ലൈഫിലേക്ക് ഒന്നാമത് ഹെൽത്ത് നേരെയാവണം, പിന്നെ ജീവിതത്തിൻ്റെ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും വേണമെങ്കിൽ ഇത്തരത്തിൽ നമ്മളുടെ അസുഖങ്ങൾ എല്ലാ തരത്തിലുള്ളതും മാറ്റേണ്ടി. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ എന്താണ് വേദനയെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള പ്രതിവിധി, അതിനുള്ള മരുന്ന് കഴിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച എത്തും സ്ത്രീകൾ അറിയുന്ന സെഗ്മെൻറ്റിലൂടെ.